ഇന്നത്തെ ഗോസ്പല് കൃത്യമായ ഡിസ്റ്റിങ്ഷനാണ്. യേശു തന്നെ ഈ ഭൂമിയിൽ നിന്ന് വേർതിരിച്ച് മനുഷ്യരിൽ നിന്ന് വേർതിരിച്ച് കാണുന്ന ഒരു ഡിസ്റ്റിങ്ഷൻ. യേശു പറയുന്നു, ഞാൻ പോവുകയാണ്, നിങ്ങളെന്നെ അന്വേഷിക്കും, പക്ഷെ നിങ്ങളെന്നെ കാണില്ല, കാരണം ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾ കഴിയില്ല. എന്നിട്ട് യേശു പറയും, ഞാൻ ഈ ഭൂമിയിലുള്ളവനല്ല, പക്ഷെ നിങ്ങൾ ഈ ഭൂമിയിലുള്ളവരാണ്. ഇങ്ങനെ കൃത്യമായൊരു ഡിസ്റ്റിങ്ഷൻ നടത്തുമ്പോൾ അവർക്ക് സംശയമായി. അവർ ചോദിച്ചു, ഇനി ഇവൻ സൂയിസൈഡ് ചെയ്യുന്നതാണോ പറഞ്ഞു വരുന്നത്? യഹൂദൻ ആദ്യമായി യേശുവിനോടൊരു ചോദ്യം ചോദിക്കുകയാണ്, നീ ആരാണ്? അപ്പോൾ യേശു പറയുന്ന മനോഹരമായൊരു ഉത്തരമുണ്ട്. ഞാൻ ആരംഭം മുതൽ തന്നെ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെ. മനുഷ്യന് കാര്യങ്ങളോട് മാറ്റമുണ്ടാകും, ചിന്തകളോട് മാറ്റമുണ്ടാകും, പ്രവൃത്തികളോട് മാറ്റമുണ്ടാകും, മനോഭാവത്തോട് മാറ്റമുണ്ടാകും. പക്ഷേ മാറ്റമില്ലാത്ത ഒരുവൻ ആദ്യം മുതൽ തന്നെ മാറ്റമില്ലാതെ നിൽക്കുന്നതും ദൈവമാണ്. നമുക്കൊരു സങ്കടം വരുമ്പോൾ പെട്ടെന്ന് പറയും, കർത്താവേ നീ എന്നെ കൈവിട്ട് കളഞ്ഞല്ലോ. ദൈവം നമ്മളെ കൈവിട്ടു എന്നൊക്കെ ചിന്തിക്കുന്ന ചില സമയമുണ്ട്. അത് മനുഷ്യരുടെ പ്രവൃത്തിയാണ്, ദൈവത്തിൻ്റെ പ്രവൃത്തിയല്ല. മാറ്റമില്ലാത്തൊരു ദൈവം കൂടെയുള്ളപ്പോൾ ആ ദൈവത്തിൻ്റെ വാക്കുകൾ വളരെ കൃത്യമാണ്, അവൻ്റെ സ്വഭാവവും കൃത്യമാണ്. പ്രിയമുള്ളവരെയും, ഇത് സുവിശേഷം നമുക്ക് നൽകുന്നത് മാറ്റമില്ലാത്തൊരു ദൈവത്തിൻ്റെ ചിത്രമാണ്. ദൈവത്തിന് മാറ്റമില്ല, അവൻ്റെ സ്വഭാവത്തിന് മാറ്റമില്ല. അങ്ങനെയാണെങ്കിൽ മാറ്റമുള്ള മനുഷ്യരെന്തുകൊണ്ടാണ് ദൈവവുമായി ഇങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആ ചിന്ത കുറച്ചും കൂടി മാറ്റിപ്പിടിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. കുറച്ചും കൂടി മനോഹരമായൊരു ജീവിതത്തിന് മാറ്റമില്ലാത്ത ദൈവത്തെ മുറുകെ പിടിക്കാം.